ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ്. അതിൽ ഡൈയബിൾ ആയിട്ടുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ വിചിത്ര സിൽക്ക്, അതുപോലെ ഓർഗൻസ മെറ്റീരിയൽ, അങ്ങനെയുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. അത് ഓരോന്നൊക്കെ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡൈയബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ഷൈനി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിൽ നമ്മളൊരു റോസ് ഗോൾഡ് കളറിലെ ഒരു ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അടുപ്പിച്ചല്ല, ഒരിത്തിരി ഗ്യാപ്പിലാണ് ആ ഒരു ലൈൻസ് കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നമുക്കിതൊരു ടോപ്പായിട്ടും അല്ലെങ്കിൽ ഒരു ഗൗൺ ആയിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്കിത് ഡൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഷോള് പ്ലെയിൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ അവൈലബിൾ ആണ്. നമുക്ക് സെയിം ആ ഒരു കളർ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇത് നമ്മൾ കാണിച്ചെന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണെങ്കിൽ ഇതിൽ നമ്മൾ ബുട്ടാസ് ആണ് കേട്ടോ വരുന്നത്. ഇത് ആ ഒരു സെയിം നല്ലൊരു മെറ്റീരിയൽ ജോർജറ്റ്, വിസ്കസ് ജോർജറ്റിൽ ആ ഒരു ബുട്ടാസ് വരുന്നത് നമ്മൾ ഈ ഒരു കളറിലേക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഒരു കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു റോസ് ഗോൾഡ് കളറിലെ ബുട്ടാസ് ആണ് ഫുള്ളായിട്ടും ഓൾ ഓവർ ആയിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമുക്കിതിൻ്റെ ലൈനിങ്ങും ഷാൻഡോൺ സിൽക്കിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ആ ഒരു ഷാൻഡോൺ സിൽക്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ തന്നെ നമ്മൾ ലൈനിങ്ങിന് എടുത്തിട്ടുണ്ട്. ഷോള് വരുമ്പോൾ പ്ലെയിൻ വിസ്കസ് ജോർജറ്റ് തന്നെയാണ് പ്ലെയിൻ ആയിട്ടുള്ള ഷോള് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് യോക്ക് പോർഷനിൽ കൊടുക്കാനായിട്ട് ചിക്കൻ കാരിയുടെ, അതുപോലെ തന്നെ ലക്നൗ ഡിസൈൻ ഇല്ലേ, ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു ചെറിയ പോർഷനേ വരുന്നുള്ളൂ. അത് നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് നെക്കിൽ കൊടുത്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ബാക്കി നമുക്ക് എ ലൈനായിട്ടും ഗ്യാദേഴ്സ് കൊടുത്തൊക്കെ ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലേസും ഡൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോംബോ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് പാൻറ് നമ്മൾ ചെയ്തെടുത്തിട്ടില്ല. ടോപ്പ്, ലൈനിങ്, ഷോള്, അതുപോലെ തന്നെ യോക്ക് പോർഷൻ, ലേസ്, ഇത്രയും കൂടെ ആയിട്ട് ഒരു കോംബോ ആണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കളേഴ്സ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിലൊക്കെ നമുക്ക് ഡൈ ചെയ്തെടുക്കാവുന്ന ഒരു പാറ്റേൺ ആണ്. ഈ ഒരു മെറ്റീരിയലിന്റെ മീറ്റർ റേറ്റ് വരുന്നത് 220 ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ചേച്ചി ഇതെന്ത് മെറ്റീരിയലാ? ഇത് വരുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? വിസ്കസ് ജോർജറ്റില് ലക്നൗ ഡിസൈനാ ഫുൾ ആയിട്ടും വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഹെവി ആയിട്ടുള്ള ആ വർക്കും ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് വർക്ക് ഉണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. ഫുൾ ആയിട്ടും കണ്ടോ, ഡൈയബിൾ മെറ്റീരിയൽ ആണ്. കണ്ടോ, ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഒരു ബാപ്റ്റിസം ആണെങ്കിലും അതുപോലെ തന്നെ എന്ത് ഫംഗ്ഷൻസിനും ഒക്കെ ഉണ്ടല്ലോ വെയർ ചെയ്യാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് വരുന്ന ഒരു ഐറ്റം ആണ്. ഇതിപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള കളേഴ്സിലോട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാം. ഇത് വരുമ്പം വിസ്കസ് ജോർജറ്റ് ആണ്, നല്ല മെറ്റീരിയൽ ആണ്, ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇതിന്റെ ലോക്കൽ അല്ല വന്നിരിക്കുന്നത്, ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 590 ആണ് കേട്ടോ, മീറ്റർ റേറ്റ് വരുന്നത്. ഇതിന്റെ വേറൊരു പാറ്റേൺ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, സെയിം തന്നെ മെറ്റീരിയൽ എല്ലാം സെയിം ആണെങ്കിലും കണ്ടോ ഇതിന്റെ എൻഡ് പോർഷൻ കണ്ടോ, പാറ്റേൺ ആ വർക്കിലെ പാറ്റേൺസിൽ ഉള്ള വ്യത്യാസമാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് വരുമ്പോ ഇങ്ങനെയാണ്, ഇത് വരുമ്പോ ഇത്തിരി കൂടെ ആ ഒരു ഡിഫറെന്റ് ആണ്. ഈ ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ ചെയ്തെടുത്ത് വന്നാല് നമുക്ക് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇതും ഡൈയബിൾ ആണല്ലോ അല്ലേ? ഇതും എല്ലാം ഡൈയബിൾ ആണ്. ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് ഡൈ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കണ്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. ഇത് നമുക്ക് മീറ്റർ റേറ്റ് വരുന്നത് 590 ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിൽ തന്നെ ഡൈയബിൾ ആയിട്ടുള്ള ഹക്കോബായുടെ മെറ്റീരിയൽ ആണ്. നല്ലൊരു കോട്ടണിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹക്കോബായുടെ മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മളിപ്പോ നേരത്തെ കാണിച്ചതിനൊക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അത് വരുമ്പോഴെന്ന് പറയുമ്പോൾ വിസ്കസ് ജോർജറ്റ് അല്ലേ, ഇത് കോട്ടണിൽ വരുന്ന കേട്ടോ. കോട്ടണിൽ ഫുൾ ആയിട്ടും ആ ഒരു ത്രെഡിന്റെ തന്നെ വർക്ക് കൊടുത്തിട്ട് ഹക്കോബ മെറ്റീരിയൽ ആണ് ആ ഒരു ത്രെഡ് വർക്ക് ഫുൾ ആയിട്ടും വന്നിരിക്കുന്നത്. ചേച്ചി നമ്മൾ ഇതിന്റെ ഒരു ബ്ലാക്ക് ചെയ്തിട്ടില്ലായിരുന്നു, ഒരു ബ്ലാക്കിൽ നെക്ക് ഡിസൈൻ വെച്ചിട്ടുള്ളത് ഞാൻ കാണിക്കാവേ. അതെ, ഈ പാറ്റേൺ കണ്ടോ, ഇത് നമ്മള് ബ്ലാക്ക് കളറിലെ ഹക്കോബായില് നമ്മൾ നെക്ക് ഡിസൈൻ വെച്ച് ഒരു പാറ്റേൺ ചെയ്താണ് കേട്ടോ. ഈ ഒരു നെക്ക് ഡിസൈൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം. ഇത് വരുമ്പോൾ കണ്ടോ, നെക്കിൽ നമ്മൾ ആ ഒരു ഡിസൈൻ വെച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. പിന്നെ സ്ലീവിന്റെ എൻഡിലൊക്കെ ആണെങ്കിലും ആ ഒരു ക്രോഷിയോടെ ഒരു ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് കേട്ടോ. നല്ല ഒരു മെറ്റീരിയൽ ആയിരുന്നു, ഹക്കോബയുടെ നല്ല മെറ്റീരിയൽ ആണ് വന്നിരുന്നത്. പിന്നെ അതിന്റെ ആ ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെയാണോ? സെയിം തന്നെ. ഇതിപ്പോ നമുക്ക് ഇതിലും നല്ല ഏതിൽ വേണമെങ്കിലും കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. കുട്ടികളുടെ ഫ്രോക്ക് മുതൽ ഏത് പാറ്റേൺസിൽ വരെ വേണമെങ്കിലും നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. അതിന്റെ വേറൊരു ഡിസൈനും കൂടെ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
ഇത്തിരി ഒരു പാറ്റേണിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതിനൊക്കെ എത്ര പ്രൈസ് വരുന്നത്? അപ്പോൾ ഇതിന്റെ റേറ്റ് വരുമ്പോൾ നമുക്കൊരു 160 റുപ്പീസ് ആണ് കേട്ടോ പെർ പീസിന് വരുന്നത്. ഈ ഒരു പാറ്റേൺസ് പേൾ വർക്കും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ബാക്കിയെല്ലാം വരുന്നത് സെയിം തന്നെ, ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ, സെയിം തന്നെ. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു പാറ്റേൺ. സെക്കൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആ ഒരു വർക്കിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. സെയിം മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്, ആ പാറ്റേണിൽ വരുന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ഡൈ ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലോട്ട് ഡൈ ചെയ്തെടുക്കാം. ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത് 290 ആണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണ് പെർ മീറ്റർ 290 വരുന്നത്. ചേച്ചി, നമ്മള് ഈ ഒരു മെറ്റീരിയൽ ഇല്ലേ, എയർലൈൻ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കുമോ? ഇല്ല, ഇത് നല്ലതേ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ ആണ്. ഹാർഡായിട്ട് നിൽക്കുന്ന ടൈപ്പ് അല്ല, സോഫ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എയർലൈൻ സ്റ്റിച്ച് ചെയ്താലും ഇതായിട്ട് നീ പറയുന്ന ഒരുപാട് വണ്ണം തോന്നുന്നുള്ള ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. അതെ, ഇത്രേ ഉള്ളൂ. നല്ലതാണ്, നല്ല ലൈറ്റ് ആണ്. നല്ല നമുക്കിപ്പം എയർലൈൻ ആണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ 3 പീസിന്റെ കട്ടിങ് ആണെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് സ്റ്റിച്ച് അല്ല, ചില മെറ്റീരിയൽസ് നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഓവർ ആയിട്ട് ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് നിൽക്കത്തില്ല. അങ്ങനല്ല, നമുക്കത് ഓരോ മെറ്റീരിയൽസിൽ നമുക്ക് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലതായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പ്രത്യേകിച്ച് ഇത് ഡയബിളും കൂടെ അല്ലേ, അതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഈ മെറ്റീരിയൽസ് വന്നിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നോക്കിയേ, ആൻസോണി ഇതിന്റെ ഒന്ന് ക്ലോസറി ഒന്ന് കാണിച്ചേ. കണ്ടോ, ഫുള്ളായിട്ടും ത്രെഡ്, അതുപോലെ തന്നെ സ്വീക്കൻസ്, അങ്ങനെ വരുന്നത് ഫുള്ള്, അതായത് കളർഫുൾ ആയിട്ടുള്ള ത്രെഡിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ വീഡിയോയിൽ ഈ ഒരു എക്സാക്ട് കളർ കിട്ടുന്നില്ല, അത് തന്നെ നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് കേട്ടോ. ലൈറ്റ് ആയിട്ട് വരുന്ന മൈൽഡ് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും ആ ഒരു മൾട്ടി കളേർഡ് ത്രെഡിന്റെ വർക്കും സ്വീക്കൻസ് വർക്കും കൂടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ നമുക്കൊരു സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പോ എയർലൈൻ ആയിട്ടുള്ള ടോപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അത് വന്ന് നമുക്ക് ഇതൊരു ദുപ്പട്ടയാക്കി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും, ഇപ്പൊ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിന്റെ കൂടെയൊക്കെ ആണെങ്കിൽ ദുപ്പട്ടാസ് മൾട്ടി കളേർഡ് ആയതുകൊണ്ട് തന്നെ ദുപ്പട്ടാസ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് വെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 4 സൈഡിൽ നമ്മൾ ഇതിന്റെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ലേസ് വർക്കും കൂടെയൊക്കെ കൊടുത്താൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയായിട്ട് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ മീറ്റർ നമുക്ക് പെർ മീറ്റർ റേറ്റ് വരുന്നത് 295 ആണ് കേട്ടോ. നമ്മളിതൊക്കെ ഹോൾസെയിൽ പ്രൈസിലാണ് ഈ മെറ്റീരിയൽസിന്റെ ഒക്കെ റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് കേട്ടോ. ഇത് പെർ മീറ്റർ 295 ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കണ്ടോ ചേച്ചി, നല്ലൊരു കളർ കേട്ടോ. അടിപൊളിയായിട്ട് വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതും പ്യുവർ നല്ല ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോക്കി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേട്ടോ, ഫുൾ ആയിട്ടും ആ ഒരു മെറ്റീരിയൽ ഓൾ ഓവർ ആയിട്ട് തന്നെ ആ ഒരു സെയിം ഷെയ്ഡിലുള്ള ത്രെഡും അതുപോലെ തന്നെ ഒരു റോസ് ഗോൾഡ് കളറിലെ ഒരു സ്വീക്കൻസിന്റെ ഒരു വർക്ക്, അതായത് ആ സ്വീക്കൻസ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ടൈപ്പ് അല്ല, നല്ലൊരു മൈൽഡ് കളറിലെ ഒരു ത്രെഡിന്റെ അതുപോലെ തന്നെ സ്വീക്കൻസിന്റെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഡബിൾ ഷെയ്ഡ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്, ഒരു ഡബിൾ ഷെയ്ഡ് മെറ്റീരിയൽ ആണ്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. ഇതുകൊണ്ടൊക്കെ നമുക്കൊരു ഫ്രോക്കോ ഗൗണോ അതുപോലെ തന്നെ എന്താ പറയാ ഒരു എയർലൈൻ ടോപ്സോ ഒക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല ക്ലാസി ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. സൂപ്പർ ആയിട്ടുണ്ട്. അതൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ അതിന് ആ ഒരു ഭംഗിയുണ്ട്. ഇപ്പൊ ഡേ ലൈറ്റിലൊക്കെ കാണുമ്പോൾ ഇതുപോലല്ല, ഡേ ലൈറ്റിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് നല്ല പ്യുവർ ആയിട്ട് വരുന്ന നൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നോണ്ട് നൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നോണ്ട് എനിക്ക് അതിന്റെ എക്സാക്ട് കളർ കിട്ടും. എനിക്ക് അറിഞ്ഞുകൂടാ വീഡിയോസിൽ വരുമ്പോൾ എത്രയുണ്ടെന്ന്, പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു മൈൽഡ് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് പെർ മീറ്റർ വരുന്നത് 295 ആണ്. ഇതിന് നമുക്ക് ഈ ഒരു സിംഗിൾ ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചേച്ചി, നമുക്ക് ഇതൊന്ന് കാണിച്ചാലോ? ഇതോ അത് കാണിക്കാം. അതാകുമ്പോ കുറച്ചുകൂടെ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡായിട്ടോ. ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നല്ല ജോർജറ്റില് ഫുൾ ഇങ്ങനെ ആ ഒരു സ്വീക്കൻസിന്റെ ത്രെഡിന്റെ വർക്ക് വരുന്നതാണ് കേട്ടോ. അതെ, ഞാൻ ഫുൾ ആയിട്ട് പാർട്ടി വെയർ അല്ലേ, പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ്. കണ്ടോ, ഒരു സിക്സാഗ് രീതിയിലാണ് അതിന്റെ ആ ഒരു ലൈൻസ് വന്നിരിക്കുന്നത്. നമുക്കിതിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ കേട്ടോ. 2 രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പാറ്റേൺ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് കൂടുതലും ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇതിനൊരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും കൂടെ ചെയ്യാനായിട്ട്. അപ്പൊ ഇത് ക്രോപ്പ് ടോപ്പ് നമ്മൾ ചെയ്താല് ഏതുണ്ടോ വിചിത്ര സിൽക്ക് ആണ് ഈ വന്നിരിക്കുന്നത്. നമുക്കറിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത്. അത് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് വീഡിയോസിൽ എങ്ങനെ കളർ കിട്ടുന്നത് എനിക്ക് അറിയത്തില്ല. നല്ല ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് വരുന്നത്. നമുക്ക് ഇത് വരുമ്പോൾ സ്കേർട്ടായിട്ട്
ഈ ഒരു മെറ്റീരിയൽ സ്കേർട്ടായിട്ട് ചെയ്തെടുത്താൽ നല്ലതായിട്ട് ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു വിചിത്ര സിൽക്കിൽ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ പ്ലെയിൻ ആയിട്ട് സാരി പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇല്ലേ, സിമ്പിൾ ആണ്, ഒരുപാട് വർക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഒരു ലേസ് വർക്കൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ബ്ലൗസ് ചെയ്യാം. ഇത് നമുക്ക് ബ്ലൗസും ചെയ്തെടുക്കാം. മനസ്സിലായോ? ഇതൊക്കെ ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഇതിപ്പോ ഒരു പാർട്ടിക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, കണ്ടോ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഒരു ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ. അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് സ്കേർട്ടിന് ഒരു ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ആയിരിക്കും കേട്ടോ. ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതൊക്കെ ഡേ ലൈറ്റിലാണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ വേറെ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. എല്ലാവർക്കും ചേരുന്ന ഒരു കളറുമാണ് കേട്ടോ ഇത്. ഇതൊക്കെ നമുക്ക് മീറ്റർ റേറ്റ് വരുന്നത് 110 ആണ് കേട്ടോ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് 390 വരും ഈ ഒരു മീറ്റർ റേറ്റ് ഒക്കെ വരുന്നത്. ക്രോപ്പ് ടോപ്പിനാണെങ്കിലും സാരീസിനൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് യോക്ക് പോർഷൻ ഈ ഒരു അതായത് എലൈനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് യോക്ക് പോർഷൻ ഇത് കൊടുത്തിട്ട് താഴോട്ട് ഒരു എലൈൻ പാറ്റേൺ കൊടുക്കണമെന്നുണ്ടെങ്കിലും ഫ്ലെയർ ആയിട്ട് കൊടുക്കണമെങ്കിലും ഒക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഫുള്ളായിട്ടും ഫോയിൽ മിററാണ്, നമ്മുടെ ശരിക്കുള്ള ഒറിജിനൽ മിറർ അല്ല വന്നിരിക്കുന്നത്. ഫോയിൽ മിററിൽ ഫുള്ളായിട്ടും മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡിന്റെ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു ഷോളായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എലൈനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്സ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുണ്ടോ ഫുള്ളായിട്ടും വരുന്നത് മൾട്ടി കളേർഡ് ത്രെഡാണ് കേട്ടോ. കാണാൻ പറ്റുന്നില്ലേ? വേണമെങ്കിൽ നമുക്ക് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം, ദുപ്പട്ടയായിട്ടും യൂസ് ചെയ്യാം. പക്ഷെ നമുക്കിത് ടോപ്പിനുള്ള വീതിയുണ്ട്. നമുക്കിപ്പോ ചിലവർക്കൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് 2 പേർക്കുള്ള ദുപ്പട്ടയാക്കാൻ പറ്റും. ഇത്രയും വീതി ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് വീതി വേണ്ടാത്തവർക്ക് ദുപ്പട്ടാസിന് അല്ലെങ്കിൽ ഷോളിന് ഒരുപാട് വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്ത് 2 പേർക്ക് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് 4 സൈഡിലും ഈ സെയിം കളറിലെ ഒരു ലേസ് വർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ആയിരിക്കും. ഇതിപ്പോ നമുക്ക് പെർ മീറ്റർ റേറ്റ് വരുന്നത് 195 ഉള്ളൂ കേട്ടോ പെർ മീറ്റർ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കണ്ടോ ഒരു നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൽ ഫുള്ളായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു സിൽവർ കളറിലെ ഒരു ചെറിയ സ്വീക്കൻസ് പോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾ ഓവറായിട്ട് തന്നെ ഫുള്ളായിട്ടും പോയിട്ടുണ്ട്. കുർത്താസ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ചേച്ചി നമ്മൾ ഇതിന്റെ ഒരു കുർത്ത ചെയ്തില്ലായിരുന്നു, അതേ ചെയ്ത ടൈപ്പ് കണ്ടോ. നമ്മൾ അങ്ങനെ ചെയ്ത് എ ലൈൻ ആയിട്ട് ചെയ്തല്ലേ. അപ്പൊ നമ്മൾ നെക്കില് നമ്മുടെ ഒരു നെക്ക് ഡിസൈൻ കൊടുത്ത് നമ്മൾ ചെയ്തെടുത്ത ഒരു പാറ്റേൺ ആണ്. ഒരു മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമ്മൾ ചെയ്തെടുത്താണ് കേട്ടോ. നെക്കില് കണ്ടോ ആ ഒരു ബട്ടർഫ്ലൈ നെക്ക് കൊടുത്തു. ആ നെക്ക് നമുക്ക് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. നെക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ അങ്ങനെ ചെയ്തെടുത്ത ഒരു പാറ്റേൺ ആണ്. നെക്ക് ഡിസൈൻ വരുന്നത് കണ്ടോ. ഇത് വരുമ്പോൾ ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു നെക്ക് ഡിസൈൻ വരുന്നത്. അതില് കണ്ടോ 2 സൈഡിലായിട്ടും ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു പേളിൻ്റെയും അതുപോലെ കട്ട് ബീഡിൻ്റെയും അതുപോലെ തന്നെ ത്രെഡിൻ്റെ ഒക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ കണ്ടോ ഓർഗൻസ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല പ്യൂർ ആയിട്ടുള്ള വൈറ്റ് കളറിലെ ഓർഗൻസ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതും ചെയ്യാൻ പറ്റില്ല. ഇതും ചെയ്യാം. ഇത് കണ്ടോ ഇത് വേറൊരു നെക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇത് ഡയബിൾ ആണ് കേട്ടോ. ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ ഇത് ഡയബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിന് 2 പാറ്റേൺസ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഒന്ന് വരുന്നത് ഈ ഒരു പാറ്റേൺ, വേറെ ഒന്ന് വരുന്നത് ഇതിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ക്ലോസർ വ്യൂ കാണിക്കാം. ഇതിൽ തന്നെ ആ ഒരു സെയിം വൈറ്റ് ഷെയ്ഡിലെ ഒരു സ്വീക്കൻസും കൂടെ അതിൽ പോയിട്ടുണ്ട് കേട്ടോ. സോറി, ഇതിൽ ഫുള്ളായിട്ടും ആ ഒരു സ്വീക്കൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഡൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഗിൽറ്റിങ്ങിന് ഇത്തിരി കൂടെ ഒരു പവർ ഉണ്ടാവും. ഒന്നും കൂടെ നമുക്ക് എടുത്തറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ഉണ്ടോ ഇങ്ങനെ ആ ഒരു ഫുള്ളായിട്ട് ഒരു ഇത് കിട്ടും. നല്ല ഹെവി ആയിട്ടുള്ള നല്ല, അതായത് നമ്മൾ ഈ ചിലവർക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാകത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്താണ്ടല്ലോ വേറൊരു ലുക്കാണ്, ഒരു ഡിഫറെന്റ് ലുക്കാണ്. ഹാൻഡ് വർക്ക് ചെയ്യുന്നതിലും വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കും ഒരു ഫീലും കിട്ടുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. ഇതുപോലെ തന്നെ നമുക്ക് നെക്ക് ഡിസൈൻസ് വേറെ കുറെ എണ്ണം അവൈലബിൾ ആണ്. ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന നെക്ക് ഡിസൈൻസ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് നെറ്റിലാണ് വന്നിരിക്കുന്നത് ഫുള്ളായിട്ടും. ഇതിൻ്റെയൊക്കെ ക്ലോസർ വ്യൂ നന്നായിട്ട് കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. ഫുള്ളായിട്ടും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് അത് ആ ഒരു കണ്ടോ ആ സ്റ്റോണിൻ്റെ ഒക്കെ ആ ഒരു ഇത് കണ്ടോ നല്ല ഒരു തിളക്കം കണ്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ത്രെഡും അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ആ ഒരു ബീഡ്സിൻ്റെയും ആ സ്റ്റോൺസും ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടോ
അത്രയും ആ ഒരു ഭംഗി അതിൽ വരുന്നത്. എനിക്കൊന്ന് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിൽ വരുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് അറിയാൻ പറ്റുന്നത്. കണ്ടോ, ബ്ലാക്കിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയില്ലേ. ഫുള്ളായിട്ടും ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇത് നെറ്റിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതും സെയിം തന്നെ നെറ്റിൽ വരുന്ന തന്നെയാണ്. ആ ഒരു വർക്കിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടോ. ഇത് ഫുള്ളായിട്ടും അങ്ങോട്ടോ ഒരു പേളിന്റെ വർക്കാണ് കൂടുതൽ വന്നിരിക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് അല്ല, അടിപൊളിയായിട്ടും അല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്, നല്ലൊരു ഐറ്റാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആണല്ലോ, ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യുന്ന ഏതാണ് എന്നൊരു കൺഫ്യൂഷൻ വരും. അതുപോലത്തെ ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? സൂപ്പർ ആയിട്ടാണ്. നെക്സ്റ്റ് വരുന്നത് അത് നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ. ഇത് വരുമ്പോൾ ഉണ്ടല്ലോ ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫുള്ളും പേളും മിററും ആ ഒരു ത്രെഡിന്റെ ഒക്കെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്തിരി കൂടെ ഡാർക്ക് ഷെയ്ഡിലോ അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡിലോ ഒക്കെ കൊടുത്താലുണ്ടല്ലോ നല്ല കിടില ലുക്ക് ആയിരിക്കും വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. അത് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ്. ഇതൊക്കെ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളൊരു ഹാൻഡ് വർക്ക് ചെയ്യുന്നതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് അല്ലേ. ഇത്രയും ഭംഗിയായിരിക്കുന്ന നോക്കി. ഇത് ഫുള്ളും ആ ഒരു സ്റ്റോൺസിന്റെ ആ ഒരു ഇത് കണ്ടോ, പവർ കണ്ടോ, നല്ല തിളക്കമില്ലേ ഉണ്ടോ, സ്റ്റോൺസ് കണ്ടോ. എനിക്കിത് എത്രത്തോളം ഇത് വീഡിയോസിൽ അതിന്റെ ആ ഭംഗി എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ മാക്സിമം അത് ചെയ്തെടുക്കുന്നുണ്ട്. ചേച്ചി ഇത് നമ്മൾ നേരത്തെ കാണിച്ച മജന്തയിലൊന്ന് ഇതിൽ കാണിക്കും, ഈ റാണി പിങ്കില് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെയുണ്ട്. ഇത് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു റോസ് ഗോൾഡാ ഈ വന്നിരിക്കുന്നത്. റോസ് ഗോൾഡ് ആ ഒരു ഷെയ്ഡിലാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നുണ്ട് കണ്ടോ, ഇത് വരുന്നത് ഒരു ലൈറ്റ് സിൽവർ ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു സിൽവർ ഷെയ്ഡാണ് കേട്ടോ. ഡിഫറൻസ് ഉണ്ട്, അതായത് ആ ഓർഗൻസയിൽ വരുന്ന ഡിഫറൻസ് ആണ് കേട്ടോ. നേരത്തെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു റോസ് ഗോൾഡ് ആയിരുന്നു, ഇത് വരുമ്പോൾ ഒരു സിൽവർ ഷെയ്ഡാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഗോൾഡ് കാണാം കേട്ടോ. ഇത് വരുമ്പോൾ അതിന്റെ ഗോൾഡ് ഷെയ്ഡ് ഉണ്ടോ. മൂന്നും ഡിഫറെന്റ് ആണ്. പാറ്റേണും എല്ലാം ഒന്ന് തന്നെ. ആ ഓർഗൻസയിൽ വരുന്ന ഒരു കളർ ചേഞ്ച് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളിയല്ലേ. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു പേളിന്റെ ഒക്കെ ഒരു വർക്ക് തന്നെ വരുന്നത്. അത് ഞാൻ കാണിക്കാവേ, നോക്കിക്കേ ഇതെങ്ങനെയുണ്ട്. അടിപൊളി. ഇത് കണ്ടോ, ഇപ്പം നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, അത് ഇച്ചിരി ഡാർക്ക് കളേഴ്സിലാണെങ്കിലും ലൈറ്റ് കളേഴ്സിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സംഭവം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് മാറും. മനസ്സിലായി. ഇപ്പം തന്നെ ഒരു സിമ്പിളായിട്ട് വരുന്ന മെറ്റീരിയലാണ്, അതിലേക്ക് തന്നെ ആ ഒരു ഇത് വരുമ്പോൾ ആ ഒരു വ്യത്യാസം കണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ നമുക്ക് സിമ്പിളാണ്, ഈ ഒരുപാട് ത്രെഡിന്റെ മാത്രം വർക്ക് മതി, ഈ ഒരു മിറർ വർക്കൊന്നും വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് ഈ ഒരു പാറ്റേൺ. ഇത് ഓർഗൻസയിൽ ത്രെഡ് മാത്രം ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതും നല്ലൊരു ഡിഫറെന്റ് ലുക്ക്. ഇതൊരു ഡിഫറെന്റ് ലുക്കാണ് ഇതും വരുന്നത്. സിമ്പിൾ ആണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഇത്തിരി കൂടെ കോസ്റ്റ്ലി കുറവാണ്, കോസ്റ്റ് കുറവായിട്ടുള്ള ഐറ്റം ആണ്. ഇതിന്റെ അത്രയും റേറ്റ്സ് വരത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഡിസൈൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണിച്ചത് മുഴുവൻ മെറ്റീരിയൽസ് ആണെങ്കിലും അതുപോലെ തന്നെ കോട്ടന്റെ ആണെങ്കിലും ഹക്കോബാഡ മെറ്റീരിയൽസ് ആണെങ്കിലും ഡൈയബിൾ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് നെക്ക് ഡിസൈൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതിൽ റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അപ്പം അടുത്തടുത്ത വീഡിയോസിൽ നമ്മൾ വീണ്ടും വേറെ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.